നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ്ണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. ആത്മവിശ്വാസത്തിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. ആദ്യമെണ്ണുക തപാൽ വോട്ടുകൾ. തൃശൂർ ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. ജില്ലയിൽ വോട്ടെണ്ണുന്നത് 3 കേന്ദ്രങ്ങളിൽ. വോട്ടെണ്ണൽ വിശദാംശങ്ങൾ TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തം. മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച തിരുവമ്പാടി ദേവസ്വം. വെടിക്കെട്ട് ലൈസൻസി സതീഷിന്റെ കുടുംബത്തിന് 5 ലക്ഷം നൽകും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടിയതോടെ ജില്ലയിലെ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. കാറ്ററിംഗ് സ്ഥാപനങ്ങളും കടുത്ത പ്രതിസന്ധിയിൽ. വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA-യുമായി 2 പേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് കുരീച്ചിറ തിരുവനന്തപുരം സ്വദേശികൾ. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ ജില്ലയിൽ 10ഓളം വീടുകൾ ഭാഗികമായി നശിച്ചു. ചാലക്കുടി, കാറളം, പുതുക്കാട് മേഖലകളിൽ വ്യാപക കൃഷിനാശം. ഗുരുവായൂർ കൈക്കാട് കഴുമന്നൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊന്നാനി സ്വദേശി സുഹൈലാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. കേരളം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ആദ്യം തപാൽ വോട്ടുകൾ എണ്ണും. 15,000 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണലിനായി സജ്ജമായിരിക്കുന്നത്. രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 85-ന് മുകളിൽ സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് ഉറപ്പിക്കുകയാണ് UDF. തുടർഭരണം കിട്ടുമെന്ന് LDF-ഉം കരുതുന്നു. അതേസമയം ചുരുങ്ങിയത് 2 സീറ്റെങ്കിലും കിട്ടുമെന്നാണ് NDA ക്യാമ്പിന്റെ പ്രതീക്ഷ. തരംഗമെങ്കിൽ 100 സീറ്റ് വരെ കിട്ടി അധികാരത്തിലെത്തുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. ഏത് സാഹചര്യത്തിലും 80-ന് മുകളിൽ സീറ്റ് UDF ഉറപ്പിക്കുന്നുണ്ട്. എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ച ഭരണമാറ്റം പ്രതിപക്ഷ നിരയെ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ്. അതേസമയം എക്സിറ്റ് പോളുകൾ തള്ളുന്ന LDF ഭരണ തുടർച്ചയെന്ന പ്രതീക്ഷയിലാണ്. 75 സീറ്റ് വരെ കിട്ടുമെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ നിയമവും കഴക്കൂട്ടവും ഉറപ്പിക്കുന്ന BJP ഏതാനും ചില മണ്ഡലങ്ങളിൽ അട്ടിമറി ജയവും പ്രതീക്ഷിക്കുന്നുണ്ട്. നേമത്തെ ജയം BJPക്ക് ഏറെ പ്രധാനമാണ്. തൃശൂർ ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. വോട്ടെണ്ണൽ വിശദാംശങ്ങൾ TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. സംസ്ഥാനം ആര് ഭരിക്കും? നാട് കാത്തിരിക്കുമ്പോൾ തൃശൂർ മണ്ഡലത്തിലെ വോട്ടെണ്ണലിലും എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലുള്ളത് 13 മണ്ഡലങ്ങൾ. ഈ 13 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുന്നത് 3 കേന്ദ്രങ്ങളിൽ. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 5 മണ്ഡലങ്ങൾ, ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ 5 മണ്ഡലങ്ങൾ, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ 3 മണ്ഡലങ്ങൾ എന്നിങ്ങനെയാണ് വോട്ടെണ്ണുക. എല്ലാവിധ സുരക്ഷയോടും കൂടി ഇവിടെ വോട്ട് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നു. രാവിലെ 6 മണിക്ക് കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തും. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വോട്ടെണ്ണുന്നത് ചേലക്കര, വടക്കാഞ്ചേരി, തൃശൂർ, ഒല്ലൂർ, നാട്ടിക മണ്ഡലങ്ങളിലെ. ഗുരുവായൂർ കോളേജിൽ, ശ്രീകൃഷ്ണ കോളേജിൽ വോട്ടെണ്ണുന്നത് കുന്നംകുളം, ഗുരുവായൂർ, മണലൂർ മണ്ഡലങ്ങളിൽ. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വോട്ടെണ്ണുന്നത് ഇരിങ്ങാലക്കുട, പുതുക്കാട്, ചാലക്കുടി, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം മണ്ഡലങ്ങളിലേത്. എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എവിടേക്കായിരിക്കും ഈ മണ്ഡലങ്ങളെല്ലാം ചായുക എന്നുള്ളത്. രാവിലെ 6 മണിക്കാണ് കൗണ്ടിംഗ് ഉദ്യോഗസ്ഥർ ഈ വോട്ടിംഗ് കേന്ദ്രങ്ങളിലെത്തുക. 7 മണിക്ക് നിരീക്ഷകൻ, വരണാധികാരി, സ്ഥാനാർത്ഥി നിർണയിച്ച ഏജന്റുമാർ എന്നിവർ ഇവിടെ എത്തും. ഇവർക്കെല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് നൽകിയിട്ടുണ്ട്. ആ തിരിച്ചറിയൽ കാർഡ് QR കോഡോടുകൂടിയ തിരിച്ചറിയൽ കാർഡോടുകൂടി മാത്രമേ അകത്ത് പ്രവേശിക്കാനാവൂ. ഒപ്പം തന്നെ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ അനുമതിയില്ല. എന്തായാലും രാവിലെ ഈ വോട്ടിംഗ് മെഷീനുകളെല്ലാം പുറത്തെത്തി 7 മണിക്ക് ഈ സജ്ജീകരിച്ച പൂർണ്ണ സുരക്ഷയോടുകൂടി ഉള്ള സ്ട്രോങ് റൂമുകൾ തുറന്നതിന് ശേഷം വോട്ടിംഗ് മെഷീനുകൾ മേശയിലേക്ക് മാറ്റും. ഏറ്റവും ആദ്യം എണ്ണുക തപാൽ വോട്ടുകളാണ്. ഒരു തപാൽ വോട്ടെണ്ണുന്ന ഒരു മേശയിൽ 500 വോട്ടുകൾ മാത്രമാണ് എണ്ണുക. അതായത് ഒരു മണ്ഡലത്തിൽ 3000 വോട്ടുകൾ ഉണ്ടെങ്കിൽ, തപാൽ വോട്ടുകൾ ഉണ്ടെങ്കിൽ 6 മേശകൾ തയ്യാറാക്കും. തപാൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞതിന് ശേഷം 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. 14 മേശകളാണ് ഇതിന് സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്കറിയാം, ഒരു റൗണ്ട് എന്നാണ് പറയുക. ഈ റൗണ്ട് എന്ന് പറയുന്നത് 14 മേശകളിലും എണ്ണുന്നതാണ് ഒരു റൗണ്ട് എന്ന് പറയുന്നത്. 8:30 ആരംഭിക്കുമ്പോൾ അധികം വൈകാതെ തന്നെ ഓരോ മണ്ഡലങ്ങളിലെയും ഓരോ ബൂത്തുകളിലെയും വോട്ടിംഗ് നില, ഒപ്പം തന്നെ ഏത് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം ലഭിച്ചു എന്നുള്ളതെല്ലാം അറിയാൻ സാധിക്കും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ വോട്ടെണ്ണൽ പുരോഗമിക്കും. അധികം വൈകാതെ നമുക്ക് ഈ ഫലങ്ങളെല്ലാം അറിയാനും സാധിക്കും. ഈ വോട്ടെണ്ണലിൻ്റെ എല്ലാ വിശദാംശങ്ങളും തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലെയും വിശദാംശങ്ങൾ TCV തത്സമയം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. കാത്തിരിക്കുക, നമുക്ക് കാണാം. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയിയോടൊപ്പം മുകേഷ് ലാൽ.
മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ചവർക്ക് സാംസ്കാരിക നഗരി അനുശോചനം അർപ്പിച്ചു. തിരുവമ്പാടി ദേവസ്വത്തിന്റെയും തൃശൂർ പൗരാവലിയുടെയും ആഭിമുഖ്യത്തിൽ കൗസ്തുഭം ഓഡിറ്റോറിയത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. ദുരന്തത്തിൽ മരിച്ച 16 പേരുടെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത്. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ, കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, രഘുനാഥ് സി മേനോൻ, പത്മിനി ഷാജി, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, കുട്ടൻകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് C വിജയൻ, ശങ്കരൻകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളിലൂടെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ഏവരും പറഞ്ഞു. എന്തിനും ഏതിനും എപ്പോഴും ദേവസ്വത്തിനൊപ്പം നേതൃനിരയിലുണ്ടായിരുന്ന ഗിരി ഉൾപ്പെടെയുള്ള 5 പേരുടെ നഷ്ടം തിരുവമ്പാടി ദേവസ്വത്തിനും തട്ടകത്തിനും ഒരിക്കലും നികത്താൻ ആകാത്തതും മറക്കാൻ കഴിയാത്തതുമാണ്. ഇവരുടെയും വെടിക്കെട്ട് ലൈസൻസി സതീശന്റെയും കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതവും മരിച്ച മറ്റുള്ളവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് ആവശ്യമായ സഹായവും നൽകുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ യോഗത്തെ അറിയിച്ചു. ആഘോഷ കമ്മിറ്റിയിലും അതുപോലെ തന്നെ അതിൻ്റെ പുരാവശത്തിൻ്റെ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത നമ്മുടെ കുട്ടികൾ 5 പേർക്ക് ദേവസ്വത്തിൻ്റെ വകയായി അവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞിട്ടുള്ള നമ്മുടെ ലൈസൻസി അദ്ദേഹത്തിനും അവരുടെ കുടുംബത്തിനും 5 ലക്ഷം രൂപ നൽകാനാണ് തീരുമാനിച്ചത്. പുറമെ ലൈസൻസിയുടെ തൊഴിലാളികളായി പണിയെടുത്തിട്ടുള്ള മറ്റ് മരിച്ചുപോയ എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതവും. സംസ്ഥാന സർക്കാർ 14 ലക്ഷം രൂപയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി 1 ലക്ഷം വീതവും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളും ഇതിനോടകം മരിച്ചവരുടെ കുടുംബത്തിന് സഹായധനങ്ങൾ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ വ്യക്തികൾക്ക് തിരുവമ്പാടി ദേവസ്വം രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക അക്കൗണ്ട് വഴി സഹായങ്ങൾ നൽകാമെന്നും ദേവസ്വം അറിയിച്ചു. TCV തൃശൂർ. വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയതോടെ ജില്ലയിലെ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിച്ചതാണ് തിരിച്ചടിയായത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 1293 രൂപയാണ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചത്. ജില്ലയിൽ ഒരു സിലിണ്ടറിന് 3171 രൂപയാണ് പുതിയ വില. തുടർച്ചയായി ഉണ്ടാകുന്ന വിലവർധന ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, മറ്റു ചെറുകിട വ്യവസായങ്ങൾ എന്നിവയെയും സാരമായി ബാധിച്ചതായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വ്യക്തമാക്കി. ഹോട്ടലിലെ പ്രവർത്തനം ചിലവ് കുത്തനെ ഉയർന്നതോടെ ഭക്ഷണ വിഭവങ്ങൾക്ക് വീണ്ടും വില കൂട്ടേണ്ടി വരുന്ന സ്ഥിതിയാണ്. ജില്ലയിൽ 1500ഓളം ഹോട്ടലുകളാണ് സംഘടനയുടെ കീഴിലുള്ളത്. ഇതിൽ 100 കണക്കിന് ഹോട്ടലുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. വാണിജ്യ സിലിണ്ടർ വില കുത്തനെ കൂട്ടിയത് കാറ്ററിംഗ് സ്ഥാപനങ്ങളെയും പ്രതിസന്ധിയിലാക്കി. സിലിണ്ടർ വില വർദ്ധിച്ച സാഹചര്യത്തിൽ 50 മുതൽ 60 രൂപ വരെ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ്. പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 8-ന് രാവിലെ 10-ന് ജില്ലയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുൻപിൽ കാറ്ററിംഗ് അസോസിയേഷൻ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നു. വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA-യുമായി 2 പേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി ബിബിൻ രാജ്, കുരീച്ചിറ സ്വദേശി ചാലശ്ശേരി വളപ്പില വീട്ടിൽ ഷൈൻ ജോസ് എന്നിവരാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് തൃശൂരിലേക്ക് വരുന്നതിനിടയിലാണ് ഇരുവരും പിടിയിലായത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ N സന്തോഷ്, തൃശൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ K ശ്രീലത, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VM ജബ്ബാർ, G സ്മോൻ, ബെന്നി സുരേഷ്, നെൽസൺ, PB വിശാൽ, AA അജിത് കുമാർ എന്നിവർ മയക്കുമരുന്ന് പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഇടവേള. French Dairy Pistachio Kunafa Bar. The Taste Factory.
ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഏർപ്പാട് ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ. ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന്. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന്. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. കാറളം വെള്ളാനിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും വാഴകൃഷി നശിച്ചു. വെള്ളാനി സ്വദേശി കണ്ടംകുളത്തി രാജന്റെ വാഴകളാണ് കനത്ത കാറ്റിൽ കടപുഴകി വീണത്. രാജൻ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത 100ഓളം വാഴകൾ നശിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും പറപ്പൂക്കര, മറ്റത്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. മറ്റത്തൂർക്കുന്ന്, പടിഞ്ഞാറ്റുമുറി, ആറ്റുപള്ളി, പന്തല്ലൂർ, ചെങ്ങാന്തുരുത്തി എന്നിവിടങ്ങളിലാണ് കാറ്റ് നാശം വിതച്ചത്. തെങ്ങ്, ജാതി, വാഴ, കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകളും നശിച്ചു. മരങ്ങൾ ഒടിഞ്ഞു വീണ് വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ പറ്റി. മറ്റത്തൂർ ആറ്റുപള്ളിയിൽ മുല്ലപ്പറമ്പിൽ ബദറുദ്ദീന്റെ വീടിന് മുകളിലെ ട്രസ് കാറ്റിൽ തകർന്നു. മരങ്ങൾ വീണ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞതിനെ തുടർന്ന് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. നാശനഷ്ടങ്ങൾ നേരിട്ട പ്രദേശങ്ങൾ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസും ഭരണസമിതി അംഗങ്ങളും സന്ദർശിച്ചു. നെല്ലായി വയലൂരിൽ തെങ്ങ് കടപുഴകി വീണു. വയലൂർ പുഷ്പത്ത് തങ്കയുടെ വീട്ടുമുറ്റത്തെ തെങ്ങാണ് കടപുഴകി വീടിന്റെ ശൌചാലയത്തിന് മുകളിലേക്ക് വീണത്. ശക്തമായ കാറ്റിൽ പന്തല്ലൂർ തോമാത്ത് ചന്ദ്രന്റെ 50ഓളം കവുങ്ങ് കടപുഴകി വീണു. കായ്ഫലമുള്ള 12 ജാതി മരങ്ങളും 3 മാവുകളും ഇവിടെ കാറ്റിൽ നിലംപൊത്തി. വീടിന് പുറകുവശത്തുള്ള മതിലും തകർന്നു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ചന്ദ്രൻ പറഞ്ഞു. കനത്ത കാറ്റിലും മഴയിലും ചെന്ത്രാപ്പിന്നിയിൽ കൃഷിനാശം. 50ഓളം വാഴകൾ ഒടിഞ്ഞു വീണു. ചെന്ത്രാപ്പിന്നി ചിറക്കൽ പള്ളിക്കടുത്ത് ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ കൃഷിസ്ഥലത്തെ നേന്ത്രവാഴ കൃഷിയാണ് കാറ്റിലും മഴയിലും നശിച്ചത്. 200ഓളം വാഴകളിൽ 50ഓളം വാഴകളാണ് ഒടിഞ്ഞു വീണത്. ശക്തമായ കാറ്റിൽ ആളൂരിൽ 1000ഓളം നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. കാരൂർ പാറക്കുളം അർജുനന്റെ നേന്ത്രവാഴത്തോട്ടത്തിലാണ് കാറ്റ് നാശം വിതച്ചത്. അർജുനൻ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷിയിൽ 5000ഓളം നേന്ത്രവാഴകളിൽ 1000ലേറെ വാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത്. നശിച്ച വാഴകളെല്ലാം കുലവന്നവയാണ്. വിളവെടുക്കാൻ കഷ്ടിച്ച് 1 മാസം ബാക്കി നിൽക്കെയാണ് കാറ്റ് അർജുനന്റെ പ്രതീക്ഷകളെ തകർത്തു കളഞ്ഞത്. ജീവിതം തന്നെ തകർന്നു പോകുന്ന രീതിയിൽ 1000 വാഴയാണ് ഞാൻ വെച്ചാർന്നെ. എല്ലാ കായും കറിക്കായ പ്രായത്തിൽ 1000 വാഴയും ഒടിഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. അത് ഇന്നലത്തെ വലിയ രീതിയിലുള്ള ഇതിന് വേണ്ട നടപടികൾ കൃഷിഭവനോ സർക്കാർ ചെയ്തില്ലെങ്കിൽ കാർഷിക മേഖലയിൽ നിന്ന് ഞങ്ങളൊക്കെ
ഒരിക്കലും ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ട് ഉണ്ടാവില്ല. എന്താ, ഞാനൊരു 15 ഏക്കർ സ്ഥലത്തോളമാണ് പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യുന്നത്. ഈ 15 ഏക്കറിൽ 5000 വാഴയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതിലൊരു തോട്ടം മുഴുവൻ ഒടിഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. തൈക്കാട് കഴുമല്ലൂർ പാലക്കൽ ക്ഷേത്രത്തിൽ നിന്ന് 7 പവന്റെ തിരുവാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കവർന്ന കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവ് ഓട്ടോ സുഹൈലിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷണ കേസുകളിൽ പോലീസിന് തീരാത്ത തലവേദനയായി മാറിയ ഇയാൾ 50-ലധികം മോഷണ കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ 28-നാണ് ഇയാൾ ക്ഷേത്ര വഴിപാട് കൌണ്ടറിലെ സ്ട്രോങ് റൂം കുത്തിത്തുറന്ന് ലോക്കറിലും അലമാരയിലുമായി സൂക്ഷിച്ച സ്വർണവും പണവും കവർന്നത്. പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ പൊന്നാനിയിലെ വീട്ടിൽ നിന്നാണ് ഇയാൾ അറസ്റ്റിലായത്. മോഷണത്തിലെത്തിയ സ്കൂട്ടറും 4.5 ലക്ഷം രൂപയും പോലീസ് ഇവിടെ നിന്ന് കണ്ടെടുത്തു. കഴിഞ്ഞ വർഷം പൊന്നാനിയിലെ വ്യവസായിയുടെ വീട്ടിൽ നിന്ന് 500 പവൻ കവർച്ച ചെയ്തതടക്കം നിരവധി മോഷണ കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് കാപ്പ പ്രകാരം ജയിലിലായിരുന്നു. ഇയാൾക്കെതിരെ തൃശൂർ ജില്ലയിൽ മാത്രം 10ഓളം കേസുകളുണ്ട്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ സേതു, ഗുരുവായൂർ ACP വി സുരേഷ്, ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ, SI യു മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എരുമപ്പെട്ടിയിൽ വിവാഹ സംഘം സഞ്ചരിച്ച വാഹനമിടിച്ച് യുവാവ് മരിച്ചു. എരുമപ്പെട്ടി അണ്ടേക്കാട്ട് പിടികയിൽ അബ്ബാസിന്റെ മകൻ 31 വയസ്സുള്ള അബു താഹിറാണ് മരിച്ചത്. ഫൊറോന പള്ളിക്ക് സമീപമാണ് അപകടം. രാവിലെ നടക്കാനിറങ്ങിയതായിരുന്നു അബു താഹിർ. റോഡരികിലൂടെ നടക്കുമ്പോൾ പുറകിലൂടെ അമിത വേഗത്തിൽ വന്ന ഇന്നോവ കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ അബു താഹിറിനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാർ ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗവുമാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലെ PROയാണ് അബു താഹിർ. കയ്പമംഗലത്ത് കുളത്തിൽ വളർത്തിയിരുന്ന മീനുകളെ അജ്ഞാത ജീവി കടിച്ചുകൊന്ന നിലയിൽ. കയ്പമംഗലം കരടിവളവ് പടിഞ്ഞാറ് കമ്പിളിക്കൽ ബാബുവിന്റെ വീട്ടുപറമ്പിലെ കുളത്തിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടത്. കുളത്തിൽ വളർത്തിയിരുന്ന നട്ടർ, കോയിക്കാർപ്പ്, ഗൗരാമി, തിലോപ്പിയ, പൂമീൻ തുടങ്ങിയ മീനുകളെയാണ് അജ്ഞാത ജീവി കൊന്നു തിന്നിട്ടുള്ളത്. മീനുകളെ കടിച്ചു വികൃതമാക്കപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. വലുതും ചെറുതുമായ 500ഓളം മീനുകളാണ് ചത്തിട്ടുള്ളത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Discover Lavraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകൾ തുടരുന്നു. ഗുരുവായൂരിൽ മംഗല്യ പെരുമഴ. ഞായറാഴ്ച ക്ഷേത്രസന്നിധിയിൽ 243 വിവാഹങ്ങളാണ് നടന്നത്. പുലർച്ചെ 3-ന് നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നത് മുതൽ ക്ഷേത്ര പരിസരത്തേക്ക് വൻ ഭക്തജന പ്രവാഹമാണ് ഉണ്ടായത്. 5 മണിയോടെ ക്ഷേത്രത്തിന് മുന്നിലെ 5 മണ്ഡപങ്ങളിലായി താലികെട്ട് തുടങ്ങി. 7 മണിയായപ്പോഴേക്കും 55 വിവാഹങ്ങൾ പൂർത്തിയായി. രാവിലെ 9 മണി മുതൽ 10 മണി വരെയുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടന്നത്. ഈ സമയത്ത് കിഴക്കേ നടയിലും പരിസരത്തും കാൽകുത്താനിടമില്ലാത്ത വിധം ജനനിബിഡമായിരുന്നു. മേടത്തിലെ അനിഴം നാളായതിനാലാണ് വിവാഹത്തിരക്ക് വർദ്ധിക്കാൻ കാരണം. തിരക്ക് നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും ദേവസ്വം അധികൃതരും ഏറെ പാടുപെട്ടു. ക്ഷേത്രത്തിനകത്തും പുറത്തും വൺവേ സംവിധാനം ഒരുക്കിയാണ് തിരക്ക് നിയന്ത്രിച്ചത്. മണിക്കൂറുകളോളം വരി നിന്നാണ് ഭക്തർക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായത്.
ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ 5ാം ഉത്സവം ആഘോഷിച്ചു. രാവിലെ നടന്ന ശീവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. കൊമ്പൻ ചൈത്രം അച്ചു സംഗമേശ്വരന്റെ തിടമ്പേറ്റി. കുട്ടൻകുളങ്ങര അർജുനനും പല്ലാട്ട് ബ്രഹ്മദത്തനും കൂട്ടാനകളായി. ചെറുശ്ശേരി കുട്ടന്മാരുടെ നേതൃത്വത്തിൽ ശീവേലിക്ക് 100ഓളം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടുള്ള പഞ്ചാരിമേളം അരങ്ങേറി. വൈകിട്ട് ക്ഷേത്രത്തിൽ വിളക്കാഘോഷം നടക്കും. ഇന്നലെ ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലും പ്രധാന വേദിയിലെ പന്തൽ തകർന്നെങ്കിലും നിശ്ചയിച്ച പ്രകാരമുള്ള കലാപരിപാടികൾ ഉണ്ടാകുമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. മുപ്ലിയം വെള്ളാരംകുന്ന് പുളിയാനിക്കുന്ന് റോഡിൽ വീണുകിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് 2 പോത്തുകളും എരുമയും ചത്തു. ഒരു പോത്ത് രക്ഷപ്പെട്ടു. ഉടമ വെള്ളാരംകുന്ന് ആണ്ടുവീട്ടിൽ ബൈജു, ഭാര്യ ജ്യോതി എന്നിവർക്കും ചെറിയ തോതിൽ ഷോക്കേറ്റു. ബൈജുവും ഭാര്യയും 3 പോത്തുകളെയും എരുമയെയും കൊണ്ട് റോഡിലൂടെ പോകുന്നതിനിടെ റോഡരികിൽ കിടന്ന കമ്പിയിൽ തട്ടുകയായിരുന്നു. 2 പോത്തുകളും തൽക്ഷണം ചത്തു. രക്ഷപ്പെട്ട പോത്തിനെ ബൈജുവും ഭാര്യയും ചേർന്ന് വലിച്ചു നീക്കുന്നതിനിടയിലാണ് ഇരുവർക്കും ഷോക്കേറ്റത്. കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ഇടിമിന്നലിലാണ് വൈദ്യുതി കമ്പി പോസ്റ്റിൽ നിന്ന് തെറിച്ചു വീണത്. റോഡരികിൽ കമ്പി വീണ് കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അപകടത്തെ തുടർന്ന് വരന്തരപ്പള്ളി KECB അധികൃതരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു. തുടർന്ന് നാട്ടുകാർ തന്നെ ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് ഊരി വൈദ്യുതി വിച്ഛേദിച്ച ശേഷമാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ ലില്ലി, മുകുന്ദൻ എന്നിവർ സ്ഥലത്തെത്തി. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ ഔസേ പിതാവിന്റെ 8ാമത് തിരുനാൾ ഭക്തിസാന്ദ്രം. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബെന്നറ്റ് എടാട്ടുകാരൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിനോയ് ആലപ്പാട്ട് വചന സന്ദേശം നൽകി. ഫാദർ അജിൽ മാങ്ങൻ സഹകാർമ്മികനായിരുന്നു. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരിമാരായ ഫാദർ അമൽ ചാഴൂർ, ഫാദർ ഫ്രാങ്കോ ഫ്രോണീസ്, നടത്തുകൈക്കാരൻ ജോസഫ് ലിയോ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരളത്തിലെ പ്രമുഖ NBFC സ്ഥാപനമായ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസിന്റെ വാർഷികാഘോഷമായ JFM Thrive at 30 തൃശൂർ ചാക്കോളാസ് പവലിയൻ കൺവെൻഷൻ സെന്ററിൽ വിപുലമായി നടന്നു. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ചെയർമാൻ സജു MK, മാനേജിംഗ് ഡയറക്ടർ ജോൺസൺ CA, വൈസ് ചെയർമാൻ രാഗിൽ മുരളി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വൈസറി ബോർഡ് മെമ്പർമാരായ AL ജോൺ, രവികുമാർ, L ശോഭകുമാരി, തോമസ് J ചിറമേൽ, P കൃഷ്ണരാജ്, ഫിനാൻഷ്യൽ സ്ട്രാറ്റജിസ്റ്റ് CA സജീദ്, കമ്പനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്റ്റീഫൻ എന്നിവർ പങ്കെടുത്തു. 2025-26 സാമ്പത്തിക വർഷത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാരെ അനുമോദിച്ചത് ശ്രദ്ധേയമായി. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിലെ ശക്തിയായി നിലകൊള്ളുന്ന ജീവനക്കാരുടെ സമർപ്പണത്തെ വേദി ആദരിച്ചു. ടെലിവിഷൻ റിയാലിറ്റി ഷോ വിന്നർ ആരോമൽ BSന്റെ ഗാനാലാപനവും സ്റ്റാഫ് അംഗങ്ങളുടെ കലാപരിപാടികളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ തൃശൂർ പൂങ്കുന്നം ആസ്ഥാനമായി 3 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് വിശ്വാസ്യതയും സുരക്ഷയും മുൻനിർത്തിയുള്ള നിക്ഷേപ വായ്പാ സേവനങ്ങളിലൂടെ ശ്രദ്ധേയമാണ്. കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ വായ്പാ സൗകര്യം, സൗകര്യപ്രദമായ തിരിച്ചടവ് സംവിധാനങ്ങൾ, പണയ സ്വർണത്തിന് ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ ഉൾപ്പെടുന്ന വിവിധ ഗോൾഡ് ലോൺ പദ്ധതികൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. ലൈഫ്, ഹെൽത്ത്, ജനറൽ, ടേം ഇൻഷുറൻസ് സേവനങ്ങൾക്കൊപ്പം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന സാമ്പത്തിക പരിഹാരങ്ങളും സ്ഥാപനത്തിന്റെ സവിശേഷ സേവനങ്ങളാണ്. കേരളത്തിലുടനീളമുള്ള വ്യാപക ശാഖാശൃംഖലയും കൈമുതലാക്കി പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് ഉപഭോക്തൃ കേന്ദ്രിത സേവനങ്ങളിലൂടെ മുന്നേറുകയാണ്. ഇനി വാണിജ്യം. മണ്ണാർക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന KVH സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസിന്റെ പുതിയ ശാഖ തൃശൂർ പാണഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. 10 വർഷത്തിലേറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പാണഞ്ചേരി ഗവൺമെന്റ് സീഡ് ഫാമിന് സമീപമുള്ള
ലൈഫ് മെഡിക്കൽ സെന്ററിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ച KVH സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസിന്റെ 6ാമത്തെ ശാഖ കമ്പനി സീനിയർ മാനേജർ A. അഭിലാഷ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KVH സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് മാനേജിംഗ് ഡയറക്ടർ ഹംസക്കുട്ടി, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫൈസൽ ബാബു, ഡയറക്ടർമാരായ അബൂബക്കർ, ഫാറൂഖ്, പാണഞ്ചേരി പഞ്ചായത്ത് അംഗം ജിജി, കമ്പനി ജീവനക്കാർ, കരാറുകാർ, പ്രദേശവാസികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അന്തർദേശീയ നിലവാരത്തിലും ഗുണമേന്മയിലുമുള്ള സ്റ്റീൽ വിൻഡോസ്, സ്റ്റീൽ ഡോറുകൾ, സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയവയെല്ലാം KVH സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസിൽ ലഭ്യമാണ്. അത്യാധുനിക മെഷീൻ സംവിധാനത്തോടുകൂടി മണ്ണാർക്കാടുള്ള സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് ഇവ നിർമ്മിക്കുന്നത്. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ആവശ്യപ്പെടുന്ന ഡിസൈനുകളിൽ ആവശ്യപ്പെടുന്ന സമയത്ത് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് എത്തിച്ചു നൽകുന്നു എന്നതാണ് KVHന്റെ പ്രത്യേകത. തുരുമ്പെടുക്കാത്ത ഗുണമേന്മയുള്ള ടാറ്റ മെറ്റാലിക് ഷീറ്റ് മാത്രം ഉപയോഗിച്ചാണ് സ്റ്റീൽ ഡോറുകളും വിൻഡോസുകളും നിർമ്മിക്കുന്നത്. കൂടാതെ ഉത്തരവാദിത്വത്തോടെയുള്ള സെയിൽസ് ആൻഡ് സർവീസും 10 വർഷത്തിലധികം വാറണ്ടിയും കമ്പനി ഉറപ്പു നൽകുന്നു. തൃശൂർ ജില്ലയിലെ ആദ്യത്തെ ഷോറൂമാണ് പാണഞ്ചേരിയിലേത്. കോട്ടയം ഉൾപ്പെടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഉടൻ തന്നെ കമ്പനിയുടെ പുതിയ ശാഖകൾ ആരംഭിക്കും. വരും വർഷങ്ങളിൽ സൗത്ത് ഇന്ത്യ മുഴുവൻ പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മണ്ണാർക്കാടിന് പുറമെ മാങ്ങോട്, കൊഴിഞ്ഞാമ്പാറ, കല്ലടിക്കോട്, കുഴൽമന്ദം, കുളപ്പുള്ളി എന്നിവിടങ്ങളിലും KVH സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസിന്റെ ശാഖകൾ പ്രവർത്തിച്ചു വരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളം ആര് ഭരിക്കുമെന്ന് നാളെ അറിയാം. ആത്മവിശ്വാസത്തിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ. ആദ്യമെണ്ണുക തപാൽ വോട്ടുകൾ. തൃശൂർ ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. ജില്ലയിൽ വോട്ടെണ്ണുന്നത് 3 കേന്ദ്രങ്ങളിൽ. വോട്ടെണ്ണൽ വിശദാംശങ്ങൾ TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തം. മരിച്ചവരുടെ ആശ്രിതർക്ക് ധനസഹായം പ്രഖ്യാപിച്ച് തിരുവമ്പാടി ദേവസ്വം. വെടിക്കെട്ട് ലൈസൻസി സതീശന്റെ കുടുംബത്തിന് 5 ലക്ഷം നൽകും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കുത്തനെ കൂട്ടിയതോടെ ജില്ലയിലെ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. കാറ്ററിംഗ് സ്ഥാപനങ്ങളും കടുത്ത പ്രതിസന്ധിയിൽ. വാണിയമ്പാറയിൽ കാറിൽ കടത്തിയ 25 ഗ്രാം MDMA-യുമായി 2 പേരെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് കുരീച്ചിറ, തിരുവനന്തപുരം സ്വദേശികൾ. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ ജില്ലയിൽ 10ഓളം വീടുകൾ ഭാഗികമായി നശിച്ചു. ചാലക്കുടി, കാറളം, പുതുക്കാട് മേഖലകളിൽ വ്യാപക കൃഷിനാശം. ഗുരുവായൂർ തൈക്കാട് കഴുമന്നൂർ പാലക്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊന്നാനി സ്വദേശി സുഹൈലാണ് പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.